കൊച്ചു പിള്ളേരൊക്കെ ബോലനെ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോത്തില്ല. ഞാനും ജെന്നിയും കൂടി ഇങ്ങോട്ട് മാറി എന്നിട്ട് പറയണം നമുക്ക് വിട്ടു പോകാം. ഞാനും അവനോട് നിന്ന് കരഞ്ഞു പോയി. എന്റെ കല്യാണത്തിന് പോലും ഞാൻ പരിപാടിക്ക് പോയ മനുഷ്യന് മേലെ ആ പരിപാടി കാണിച്ചില്ല. ഞങ്ങൾ എവിടെ നിന്ന് കഴിക്കുന്നു അവിടെ നിന്ന് കഴിച്ചോളൂ. ട്രൂപ്പിന്റെ വണ്ടി അവിടെ വന്ന് കിടക്കുക മണ്ഡപത്തിൽ എന്നെ കൊണ്ടുപോകാൻ. അപ്പോഴത്തന്നെ അവിടെയൊക്കെ ലൈറ്റ് ഒക്കെ വീണ് സഹോദരൻ ഞാൻ ഏന്ന് പറഞ്ഞ കമ്മിറ്റി ഓഫീസിനകത്ത് ചെന്നങ്ങോട്ട് നീക്കി ഈ അനീഷ് വന്ന് ചായ ഇട് 2 കമന്റ് ഇട്ടേക്കുന്നു. നിങ്ങൾ കിട്ടുന്നതിന്റെ പാതി പൈസ മഞ്ജു പിള്ളയ്ക്കാണ് കൊടുക്കുന്നത്. മീഡിയ ഗ്രാഫിക്സിന്റെ സെലിബ്രിറ്റി സെലിബ്രേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനീഷ് കാവിൽ. എന്താണ് ഈ കാവിൽ? കാവിലെ വീട്ടുപേരാണ്. ആണല്ലേ? അത് ഈ പ്രോഗ്രാമിലൊക്കെ ഇറങ്ങാൻ തുടങ്ങിയതിന് ശേഷമാണോ? അങ്ങനല്ല, ഞാൻ കാവിൽ എന്ന് പറഞ്ഞ വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു. എല്ലാവരും ഭയങ്കര കാവും അമ്പലവും ഒക്കെ ഉള്ള ഒരു വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പം അതങ്ങ് ചേർക്കാമെന്ന്. അപ്പോൾ എല്ലാവരും, ഞാൻ മാത്രമല്ല, അനിയനായാലും അച്ഛനായാലും എല്ലാവരും ഈ കാവിൽ എന്നുള്ളത് ഫ്രണ്ടിലും ഉണ്ട്. മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി അതിപ്പോൾ അങ്ങ് ഞങ്ങൾ തിളങ്ങി നിൽക്കുകയാണ്. പക്ഷെ അതിൽ കലാകാരന്മാരുടെ ബഹളമാണ്. അതിനകത്ത് മികച്ചു നിൽക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പം എടുത്തുകൊണ്ട് വരുന്ന ഓരോ എപ്പിസോഡും അതിഗംഭീരമായിട്ടാണ് അല്ലേ? അതെ, നമ്മുടെ ലൈഫിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളല്ലേ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ സംഭവം പറയുമ്പോഴല്ലേ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അതെ അതെ അതെ, നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളാണ്. അത് നിങ്ങളെ ടീം, നിങ്ങൾ ഒരാളുണ്ടല്ലോ, ജിനു. എങ്ങനെയാണ് ആ കോമ്പയിലോട്ട് കയറിയത്? നമ്മളൊരു സുഹൃത്ത് വഴിയാണ് ഞങ്ങൾ മനോരമ ചെല്ലുന്നത്. ഞങ്ങൾ ആദ്യം ചെന്നിട്ട് തിരിച്ചു പോരാൻ തുടങ്ങിയതാണ്. എന്താണ് അവിടുത്തെ പിള്ളേരുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞെട്ടിപ്പോയില്ലേ നമ്മളിന്ന് വിറകി. ഞാനും ജെന്നിയും കൂടി ഇങ്ങോട്ട് മാറി എന്നിട്ട് പറയണം നമുക്ക് വിട്ടു പോകാം കേട്ടോ, ഇത് നമ്മുടെ കൈ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ചു വിടാതെ എൻ്റെ ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു, അനീഷ് പോകാൻ പറട്ടെ, നിങ്ങൾ അവിടെ നിൽക്ക്, നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും. കാരണം നമ്മൾ ചെയ്തേക്കുന്ന ഈ വൈഡ് സ്കിറ്റ് അല്ലേ, 5-6 പേര് വെച്ച് കളിക്കുന്ന സ്കിറ്റുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ 2 പേര് ടക്ക് 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 ടക്കടേ, അതും എല്ലാത്തിനും തമാശ വേണം. അതെ, അതിങ്ങനെ കടകടകടേന്ന് പറയാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റിയില്ലെന്ന് വരും. കൊച്ചു പിള്ളേർ വരെ അവർ 10 ദിവസം ഗ്രൂമിങ് ചെയ്തിട്ടാണ് ഈ പിള്ളേരെ നമ്മളിപ്പം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുന്നത്. അതായത് 10 ദിവസം ഫുൾ ടൈം ഇത് തന്നെയാണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി അത് കാണിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിന് അങ്ങനെ റിഹേഴ്സ് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. നമ്മുടെ വേറെ തിരക്കുണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് പ്രോഗ്രാംസ് ഉണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ചു വിടാൻ ഡയറക്ടർ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ അങ്ങനെ കടിച്ചു പിടിച്ച് അവരുടെ കൊച്ചു പിള്ളേരുടെ വീഡിയോ ഞങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരുക, ഇതാണ് എൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് ഇരുന്ന് കണ്ടു. എന്നിട്ട് ഫസ്റ്റ് സ്കിറ്റ് കളിച്ചു, ബെമ്പർ. 2ാമത്തെ സ്കിറ്റിന് ഗോൾഡൻ ബെമ്പർ 1 ലക്ഷം. പിന്നെ പുറകോട്ട് നോക്കിയിട്ടില്ല, അടിച്ചു കയറുമായിരുന്നു. മനസ്സിൽ വരുന്ന കുറേ എപ്പിസോഡുകളുണ്ട്. അതിനകത്ത് എനിക്ക് നമ്മുടെ ഒരു എപ്പിസോഡിനകത്ത് മറ്റേ MN കാർത്തികേയൻ, അതിൽ ആ ജിനുബായി നോക്കിയിട്ട് ഒരു പോലീസുകാരനെ ഫോൺ വിളിച്ചിട്ട് കണ്ടാൽ നമ്മുടെ മോഹൻലാലിനെ പറയും. അത് എങ്ങനെ ഒരു കിടിലൻ സാധനമായിരുന്നു കേട്ടോ. പണ്ടങ്ങോ എൻ്റെ തലയിൽ കയറിയത് കേട്ടോ. അത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഷിജു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി ഇങ്ങനെ പറഞ്ഞതാ, അത് വർഷങ്ങൾക്ക് മുമ്പാ. എൻ്റെ വീട്ടിൽ TV ഒന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ആ വീട്ടിലെ TV കാണാൻ പോകുന്നു. അന്ന് പറഞ്ഞ കാര്യം ഇതിനകത്ത് എടുത്തത്. അത് പേരൊക്കെ എനിക്ക് പെട്ടെന്ന് ഏതാണ്ട് ദൈവാധീനം പോലെ എന്റെ തലയിൽ വന്നത്. അത് ആപ്റ്റായിരുന്നു പുള്ളിക്കാരന്റെ തിരിഞ്ഞു നോട്ടവും, പുള്ളി ആ സ്റ്റൈലല്ലേ നിൽക്കുന്നത്. കൊച്ചു പിള്ളേരൊക്കെ ബോലനെ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോത്തില്ല, അതുപോലത്തെ അതല്ല ഒരു സൂപ്പർ സാധനമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പാചകക്കാരന്റെ സംഭവത്തില് മറ്റേ സ്നഗ്ഗി രമേശ് പിഷാരടി ആയിട്ടുള്ള. അതെ അതെ അതെ, നമ്മുടെ മുമ്പുള്ള അനുഭവങ്ങളിൽ നിന്നും ഉള്ള സാധനം ഇതിനകത്ത് കറക്റ്റ് സ്ഥലങ്ങൾ വരുമ്പോ എടുത്തിടുന്ന. തീർച്ചയായിട്ടും. അതിനകത്ത് ആരുടെയാണ് കോൺട്രിബ്യൂഷൻ കൂടുതൽ ഈ സ്ക്രിപ്റ്റ് ഇടുന്നതിനകത്ത്? ഞങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ടാണ്. പക്ഷെ ഈ നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ഒരു 10 ദിവസത്തെ ഗ്രൂമിങ് മറ്റുള്ളവർക്കുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഇതെങ്ങനെ ഓർത്തു വെക്കുന്നു എന്നുള്ളത്. കാരണം മറ്റേ MN കാർത്തികേയന്റെ തുടങ്ങിയുള്ള സാധനങ്ങൾ പട്ടക്ക് ഒരാൾ ഇവിടുന്ന് കിട്ടുന്നു, ഒരാൾ ആ സെക്കൻഡ് ഒരെണ്ണം അങ്ങോട്ട് മാറി എറിക്കത്തില്ല. അത് മറന്നു പോരല്ലോ. എപ്പോഴെങ്കിലും കൈ വിട്ടു പോയിട്ടുണ്ടോ? ഈ മറന്നിട്ട് വേറെ അങ്ങനെ കൈ വിട്ടു പോയാലും അവനായിട്ട് കേട്ടു ഞാൻ പിടിച്ചോന്റെ ഒരു നമ്മളൊരു ഇത്രയും വർഷമായില്ലേ നമ്മള്. സത്യം. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു ഇത് കാണിക്കുമല്ലോ. നമുക്കേ മറക്കാനാകാത്ത ഒരുപാട് ഇഷ്ടപ്പെട്ട, ഇപ്പം സ്റ്റേജിലുണ്ടാവും അതുപോലെ ഫ്ലോറിലുണ്ടാവും, ഇതിൽ ഏറ്റവും മികച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയ ഒരു പെർഫോമൻസ്? അങ്ങനല്ല, എല്ലാം എന്നാലും ഒരെണ്ണം കാണുമല്ലോ ചിലപ്പോൾ നമുക്ക് ഇത് ഞാൻ ഹാപ്പിയാണ് 100%. ചിലത് കാണുമ്പോൾ എനിക്ക് ഇതിലൂടെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു തോന്നും. പക്ഷെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എപ്പിസോഡ് വന്ന് ചെയ്ത് നമ്മുടെ ദിലീപേട്ടനുണ്ടായിരുന്നു. ദിലീപേട്ടൻ ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് അവിടെ വന്നു. അപ്പോൾ സമയക്കുറവുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ചെന്നത് താമസിച്ചായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം കാരണം ഞങ്ങൾക്കറിയാം ഇതൊരു 15-നേ ഉള്ളായിരുന്നു.
ചിരിക്കും, നമുക്കൊരു കോൺഫിഡൻസ് ശരി കയറിയിട്ട് ഞാൻ തുടക്കം ഒരു നല്ല ചിരിയായിരുന്നു. ചിരിച്ച് മൂന്നാമത്തെ മിനിറ്റ് ബെമ്പർ അടിച്ച്, അത് കഴിഞ്ഞ് ഗോൾഡ് മെമ്പർ അടിച്ച്. ഞങ്ങൾ ആകെ 2 കൗണ്ടറേ ഉള്ളൂന്ന് ആലോചിച്ചോളൂ. ഈ കൗണ്ടറിന്റെ ബലത്തിൽ ഒരു കാര്യങ്ങൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പിന്നെ ഞാനോട് നിന്ന് കരഞ്ഞു പോയി. കാരണം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങള്. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഏതെങ്കിലും സ്റ്റേജിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചിലർ പറയാറുണ്ട്, ചില അമ്പലങ്ങൾ ഉത്സവങ്ങൾക്ക് പ്രോഗ്രാം ഒക്കെ പോകുമ്പോഴേ നമുക്ക് എന്തെങ്കിലും വിഷമമായിട്ടുള്ള എന്തെങ്കിലും. പണ്ട് അസീസിനെ ഒരു കമ്മിറ്റിക്കാരൻ അടിച്ചത് ഓർക്കുന്നു, കേട്ടിട്ടുണ്ടോ? കുറെ വർഷമായി. അതിന്റെ പിറ്റേ ദിവസം എനിക്കാ പരിപാടി, തിരുമലചന്ദ്രനും ഞങ്ങളെല്ലാം കൂടെ പരിപാടി. അവിടെ 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് തുടങ്ങണം. അങ്ങനെ ഞാൻ അന്ന് നമുക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ, അവിടുന്ന് ബസ് കയറി അവിടെ കാരട്ടാക്കട ഭാഗത്തും കണ്ട അവിടെ ചെന്നപ്പോഴത്തേനും എന്നെ കാത്തൊരു പയ്യൻ നിൽക്കുക. നമുക്കറിയത്തില്ല ഇത് ഇങ്ങനെയുള്ള പ്രശ്നം നടന്ന സ്ഥലമാണെന്ന്. ഇവർ താമസിച്ചെന്നു പറഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടായത്. ശരി. ഞാൻ അവിടെ ചെന്ന് എന്നെ കൊണ്ടുപോകാനായിട്ട് ഒരു പയ്യൻ അവിടെ ബൈക്കായിട്ട് വന്ന് നിൽക്കുക. 7:30 അവിടെ ബെല്ല് കൊടുത്തു. ഞാൻ അവിടുന്ന് ബൈക്കിൽ കയറുന്നില്ല. ബെല്ല് കൊടുക്കുന്ന നമ്മുടെ ട്രൂപ്പിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് പീസാ, ഒരു 15 മിനിറ്റ്. അതിനകത്ത് ഓരോരുത്തരും ചെയ്യേണ്ട സാധനം കറക്റ്റായിട്ട് ചെയ്തില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾ വന്നില്ല. എന്റെ കല്യാണത്തിന് പോലും ഞാൻ പരിപാടിക്ക് പോയ മനുഷ്യനാ. അപ്പൊ അങ്ങനത്തെ അടുക്കും ചിട്ടയുള്ളൊരു പരിപാടിയാണ്. ഞാൻ അവിടുന്ന് 7:30 ആയപ്പോഴത്തേനും ബൈക്ക് കയറ്റി ഇപ്പം പറക്കുക. മീര എന്നോട് പറയുന്നതാണ്, ഇന്നലെ അസീസിന് അവിടെ എല്ലാവരും കൂടി ചേർന്ന് അടിയുണ്ടോ കൊടുത്തതാ. ഞാൻ പറഞ്ഞു, അതൊരു കാര്യം, നിങ്ങൾ ബെല്ല് കൊടുത്തു പരിപാടി വേണമെങ്കിലോളം പറഞ്ഞു. ഇങ്ങനെ താഴോട്ട് ഇറക്കത്തില്ല സ്റ്റേജ്, അങ്ങ് താഴെ. നമ്മളിങ്ങനെ മേളിൽ നിന്ന് താഴോട്ടാണ് സ്റ്റേജ്. അവിടെ നിന്ന് മേളിൽ നിന്ന് കാണാൻ പറ്റും. ഞാൻ ബെല്ല് തുടങ്ങുമ്പോൾ അവിടെ പാട്ട് തീർന്ന്, നമസ്കാരം പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം ഷോഗൺസിന്റെ താരോത്സവം കോമഡി ഷോയിലേക്ക് നിങ്ങൾക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ കമ്മിറ്റി ഓഫീസിനകത്തോട്ട് ചെന്നങ്ങോട്ട് നീക്കി വന്നവനെ നോക്കാൻ പറ്റുമോ? ഞാൻ കാല് വീശി ഇറങ്ങിയതാ, ഇവനെ ഇടിച്ച് കളഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയി. എന്നിട്ട് ഞാൻ നേരെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഓടുക, ബാഗ് നോക്കിക്കൊണ്ട് ഓടുക. അത് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ എൻട്രിയാ. ഞാൻ അങ്ങോട്ട് ബാഗ് അങ്ങോട്ട് എടുത്തിട്ടിട്ട്, അതിന് മോണടിച്ചിട്ട് ചൂടാ, നിനക്ക് അറിയിച്ചില്ലൂടാ ഇവിടെ സ്റ്റേജ്. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഡ്രസ്സിൽ ആദ്യത്തെ സീനൊക്കെ ചെയ്ത് അപ്പോഴത്തേന് ബാക്കിയുള്ളവരെല്ലാവരും സഹായിച്ചു കേട്ടോ. സാധനം എല്ലാം എടുത്ത് വെച്ച് തന്നു. അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. സെക്കൻഡുകൾക്ക് വിലയുള്ള നിമിഷം. നമ്മൾ ഈ പറയുന്ന പോലെ ട്രൂപ്പിന്റെ പരിപാടി ഇപ്പോഴാണ് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് പരിപാടി കളിക്കുന്നത്. ഇപ്പൊ നമ്മള് ക്ഷണിക്കപ്പെടുന്ന വേദികളിലൊക്കെ പോയി അവരുടെ കൂടെ ജോയിൻ ചെയ്താൽ മതി. ഇപ്പം കല്യാണത്തിന് പോലും പോയിരുന്നെന്ന് പറഞ്ഞല്ലോ പ്രോഗ്രാം, അതിനെ കുറിച്ച്. അത് ചെയിൻ പരിപാടിയുള്ള സമയമാണ്. അപ്പം ഈ തിരുമലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അന്ന് ട്രൂപ്പിന്റെ വണ്ടി അവിടെ വന്ന് കിടക്കുക മണ്ഡപത്തിൽ എന്നെ കൊണ്ടുപോകാൻ. ഞാൻ പറയണ ഞാൻ വന്നോളാം. പുള്ളി പറഞ്ഞു, നീ വന്നില്ലേലും കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ലാണ്. ഒരാളെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നിങ്ങൾ ആ പരിപാടി കണ്ടാലേ അത് മനസ്സിലാകും. വേറെ ആളെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇങ്ങനെ കട്ടക്കട്ട അവിടുന്ന് ഇവർ പരിപാടി വണ്ടിക്കകത്ത് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു വണ്ടി, അന്ന് വണ്ടി ഇല്ലല്ലോ, നമുക്ക് റെൻറ്റിന് എടുത്തിട്ടേക്കും. ഞാൻ പറഞ്ഞാ 4-4:30 ആയപ്പോഴത്തേനും വീട്ടിൽ കയറണം. വെഞ്ഞാറമൂടാ പരിപാടി. ഞാൻ വീട്ടിൽ ചെന്ന് പെങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് പെങ്ങന്മാർ, നീ ഇന്നങ്ങ് പരിപാടിക്ക് പോകാതിരുന്ന എന്താ കുഴപ്പം? അവർക്കറിയാമോ എന്നെ പ്രത്യേകിച്ച് 10-12 പേര് അവിടെ നിൽക്കുന്ന തല്ലുകൊണ്ട് ചാകും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഭാര്യയോട്ടും പുത്വം പെണ്ണല്ലേ, അവൾക്ക് പേടിയുണ്ടല്ലോ, കാരണം നമ്മള് അടുത്തോട്ട് ചെല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഞാൻ റെഡി, ഞാൻ പോവാ, പോയിട്ട് വൈകിട്ട് അവിടുന്ന് നേരെ പരിപാടിക്ക് വന്ന് കല്യാണം ഡ്രസ്സിലാന്ന്, മോതിരം കൊണ്ട് മറ്റേ ഷർട്ട് ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ പുള്ളി ഒന്ന് എന്നെ ഇങ്ങനെ നോക്കുക, മുതലാളി വന്നല്ലോടാ. നമ്മൾ വന്ന് എന്നിട്ട് ഞാൻ പരിപാടി കളിച്ച് പിന്നെ വണ്ടിയുടെ കാശ് പുള്ളിയാണ് കൊടുത്തത്. മുതലാളി സന്തോഷം, അത്ര ദൂരം ഓടി വന്നല്ലേ. അവിടെ നിന്ന് തിരിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേനും 3-4 മണിയായി.
അപ്പോഴത്തന്നെ അവിടൊക്കെ ലൈറ്റ് ഒക്കെ വീണ് ഈ അനീഷ് വന്ന് ചായ ഇട് ബഹളോ. ഒരു സിനിമയ്ക്ക് എടുക്കാൻ പറ്റിയ സാധനം. അങ്ങനെ അപ്പൊ ഇത് പറയുമ്പോ നമ്മള് ആ ഒരു 6-7 അങ്ങനെ കല്യാണം. എൻ്റെ പിറ്റേ ദിവസം ഒരു 4 നാള് അവിടെ വീട്ടിൽ പോയി നിൽക്കുമല്ലോ, അപ്പോഴും പരിപാടിയാ. അവിടെ നിന്ന് പോയിട്ട് വീണ്ടും ഇവിടെ തിരിച്ചു വരും. അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ അവിടുന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ അമ്മായിപ്പനെ അവിടെ വന്ന് നിൽക്കും. ബസ് ഇറങ്ങി അവിടുന്ന് ബൈക്കൊക്കെ കൊണ്ടുപോകും. ഭയങ്കരമായിരുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ആളാണ് വൈഫ്. അതെ അതെ. അപ്പം അദ്ദേഹത്തിന്റെ സപ്പോർട്ടും എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. ഇത് ടെൻഷൻ പിടിച്ച പണിയല്ലേ. നമുക്ക് ഒരിക്കലും ഒരു അവരുടെ കൂടെ ഫംഗ്ഷൻ ഒന്നും പോകാൻ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ആയിരിക്കും അല്ലേ? പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല അതിന് വിഷമം എന്തെങ്കിലും പരിഭവങ്ങളും ഉണ്ട്. പക്ഷെ അവർക്ക് ഞാൻ കല്യാണത്തിന് മുമ്പേ അവരോട് പറഞ്ഞിട്ട് ഇതുപോലെയാണ് പല ദിവസങ്ങളിലും എന്റെ പട്ടാളക്കാരന്റെ ലൈഫ് പോലെ തന്നെ അല്ലേ യുദ്ധം. അതെ അതെ. പല ദിവസങ്ങളിലും എന്നെ കിട്ടത്തില്ല. നമ്മുടെ കൂടെ നമ്മൾ നല്ല ഫംഗ്ഷനിൽ കൂടാൻ പറ്റത്തില്ല. തിരുവോണത്തിന് ചോറുണ്ടിട്ട് തിരുമല ചന്ദ്രനോട് കളിക്കുമ്പോൾ 1-2 പ്രാവശ്യം വർഷമാണ് ഞാൻ ചോറുണ്ട് വീട്ടിൽ നിന്ന്. ഇവിടുന്ന് 10 മണിക്ക് കെട്ടി ഒരുങ്ങി പോകണം. അങ്ങനെ കഷ്ടപ്പെട്ടതാ. അപ്പൊ ആ കാര്യത്തിലൊക്കെ എന്റെ വൈഫ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മക്കള് 2 പേര്. 3-ാം ക്ലാസ്സിലും ഒരാള് 2-ാം ക്ലാസ്സിലും. അവർക്ക് എങ്ങനെയുണ്ട് അച്ഛൻ്റെ ഈ ഇഷ്ടപ്പെട്ട അങ്ങനെ ഉണ്ടോ? അച്ഛാ ഇത് എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു അതൊക്കെ പറയും, ഡയലോഗ് പറയും മൂത്തവൻ. ആണല്ലേ? സജഷൻസ് ഉണ്ടോ? അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും കൂടെ ചെയ്തതല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയും. ആണല്ലേ? അച്ഛൻ്റെ ഒരു കോമഡി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ ഡയലോഗുകൾ പറയും. ടേസ്റ്റ് അങ്ങോട്ടും ഉണ്ട്. മോള് ഡാൻസ് പഠിക്കുന്നുണ്ട്, അവൻ കീബോർഡ് പഠിക്കുന്നുണ്ട്. എന്തെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ അത് ശരി. ഈ ചാനലുകളെ നമ്മൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞേക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൂടെ നിർത്തുമെന്ന് പറഞ്ഞേക്കാം. ഏഷ്യാനെറ്റിനെ കുറിച്ച് കൂടുതൽ കേട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ ഒരുപാട് നാള് സഹകരിച്ച ഒരാളല്ലേ? ഞാൻ 7 വർഷത്തോളം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം ഏഷ്യാനെറ്റുമായിട്ടുള്ള? ഏഷ്യാനെറ്റുമായിട്ട് നല്ല അനുഭവമുണ്ട്. കാരണം നമ്മളൊരു 10 പേര് തിരിച്ചറിയാൻ തുടങ്ങിയത് ഏഷ്യാനെറ്റിലും വന്നിട്ടാണ് 7 വർഷം. പിന്നെ സീസൺ 3 ബെസ്റ്റ് കോമഡി. അത് സീസൺ 3-ലായിരുന്നില്ലേ? 3-ലായിരുന്നു. ഓക്കെ. ഏഷ്യാനെറ്റില് 4 പേരുള്ള ടീമായിട്ട് കളിക്കുമല്ലേ, അത് ഭയങ്കര രസമാണ്. പിന്നെ അതൊരു നമ്മൾ ഈ പറയുന്ന പോലെ ജോലിയിലൊരു സന്തോഷം കണ്ടെത്തുക എന്നുണ്ടല്ലോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയല്ലേ ചെയ്തത്. അതിൽ എന്തോ ഒരു വരുമാനം കിട്ടുന്നുണ്ട്. വീട് ഓക്കെയാണ്, സേഫാണ്. പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം, നമുക്ക് അറിയാവുന്ന ജോലിയല്ലേ ഇത്. അപ്പം ഏതാണ്ട് ദൈവാധീനം കൊണ്ട് നമുക്ക് എല്ലാം ഒത്തുവരും. അതെ. അത് പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനൊരു അവാർഡ് എനിക്ക് അന്നത്തെ എൻ്റെ പെർഫോമൻസിലൂടെ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു? അതൊരു പെട്ടെന്ന് കിട്ടിയൊരു സംഭവമായിരുന്നു? അങ്ങനല്ല, അത് ഞങ്ങൾക്കായിരുന്നു, ടീമിനായിരുന്നു ഫസ്റ്റ് പ്രൈസ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ടീമിന് കിട്ടിയില്ല. ഓക്കെ. ടീമിന് കിട്ടാതെ വന്നപ്പോഴത്തേനും അവരെടുത്ത ഒരു ഡിസിഷനാണ് ഇത്ര ആൾക്കാരുടെ ഇടയിൽ ഒരാളെ തീരുമാനിക്കുക എന്നുള്ളത്. ശരി. അത് കാരണം 400 സ്കിറ്റോളം ഞങ്ങൾ അവതരിപ്പിച്ചു അവിടെ. 400 സ്കിറ്റിൽ മൊത്തം ടോട്ടലി മാർക്ക് എടുക്കുമ്പോൾ ഞങ്ങളാണ് ടോപ്പ്. പിന്നെന്ത് പറ്റി? അന്ന് എന്തോ ഉഴപ്പായിരുന്നു. ആണോ? ഉഴപ്പിപ്പോയി. കാരണം നമുക്ക് ഇപ്പം നല്ലത് വേണം, ഇത് നല്ലതാണ്, ഇത് വേണ്ട, ഇത് നല്ലതല്ലേ, ഇത് നല്ല, ഇങ്ങനെ പറഞ്ഞിരുന്ന് ഏറ്റവും മോശം വെച്ചൊരു സാധനം എടുത്ത് വെച്ച്. അങ്ങനെ ഫൈനലല്ലേ? ശരി. നമ്മൾ ഇത്രയും നാള് ചെയ്തതല്ലേ, അവസാനം എടുത്തതില് അത് ഈ ഫൈനൽ എന്നുള്ളൊരു സാധനം തലേ കിടക്കുന്നുണ്ടുള്ള പ്രശ്നമായി. അയ്യോ അത് വേണ്ട, അത് ശരിയാകത്തില്ല, അത് മാറ്റി. ചിലപ്പോൾ നല്ല സാധനമായിരിക്കും, നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി പോകുന്ന സാധനമായിരിക്കും. പക്ഷെ നമുക്കത് ഫൈനൽ എന്നുള്ള സാധനം ഇങ്ങനെ തലേ കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ അഖിലിനൊക്കെ, നമ്മുടെ സിനിമയിലേക്കുള്ള അവർക്കായിരുന്നു കിട്ടിയതല്ലേ. നമ്മുടെ ഒരു ഡ്രീം ഇതിനകത്ത് എന്താണ്? എൻ്റെ ഒരു സ്വപ്നമാണ് ഇങ്ങനൊരു സിനിമയോ അങ്ങനെ എന്തെങ്കിലും നടനാകാനുള്ളതാണ് ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ. സിനിമ നടനും ആകണമെന്ന് ആർക്കും ആഗ്രഹമില്ലാത്ത, അതുപോലെ ആഗ്രഹമുണ്ട്. ഒരു സിനിമയിൽ അഭിനയിച്ചു, ഒരു അന്വേഷണത്തിന് തുടക്കം എന്ന് പറഞ്ഞിട്ട്. സിനിമ എക്സ്പീരിയൻസ് ഫസ്റ്റ് ക്യാമറയ്ക്ക് മുമ്പിൽ എത്തിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു ചേച്ചിയുടെ കെയർ ഓഫില്ല ആ സിനിമയിൽ. എനിക്ക് അതിനും കാരണമായത് ഒരു ചിരി മുമ്പിൽ. അപ്പം ചേച്ചിയുടെ കെയർ ഓഫിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ പറഞ്ഞു വലിയ ചെറിയ പാസിങ് സാധനം വല്ലതും ആണോന്ന് വിചാരിച്ചത്. പക്ഷെ എനിക്ക് 30 ദിവസത്തെ ഡേറ്റ് ഉണ്ടായിരുന്നു. കിട്ടിയായിരുന്നില്ലേ? 30 ദിവസം. അതായത് പ്രധാന നടന്റെ ഫെസിലിറ്റി മൊത്തം നമുക്കും ഉണ്ട്. അതായത് നായക നടന്റെ ഫെസിലിറ്റിയോട് കൂടിയാണ് നമ്മളെ കാണുന്നത്. അപ്പോൾ ഈ എനിക്ക് തന്നെ മറ്റേ അതിന്റെ പേരെന്താ, ഫുഡ് കൊണ്ടുവരുന്ന സാധനത്തിന്റെ പേര് കിണർ പോലെ ഇരിക്കുന്നത്, ഇങ്ങനെ രാവിലെ അവിടെ നമ്മുടെ റൂമിന്റെ അവിടെ കൊണ്ടുപോകും.
ഇഷ്ടമുള്ള ഫുഡ്. എനിക്കത് നമ്മളിത് കളയണമെന്ന് ബാലൻസ് വെച്ചാൽ മതി അവിടെ. ഞാനത് 2 പ്രാവശ്യം വിളിച്ചു, നിങ്ങൾ ഇത് എന്തിന് ഇത്രയും ഫുഡ് എനിക്ക് കൊണ്ട് തരുന്നു? അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനുള്ള ഫുഡ് പോരെ, ലാവിഷായിട്ടുള്ള ഫുഡ്. നമുക്ക് തന്നെ അത് ഒരു നേരം കഴിക്കാൻ ഒരു തട്ടത്തിനകത്ത് കിട്ടിയാൽ പോലും നമുക്ക്. ഇത് പലതരത്തിലുള്ള ഫുഡ്, പുട്ട്, ഇഡലി, ഒരു നേരത്തേനാ. അപ്പൊ അതുപോലുള്ള ഫെസിലിറ്റി ആയിരുന്നു ഫുൾ. ചേച്ചിയുടെ കെയർ ഓഫ് കൂടെ ആയതുകൊണ്ട് കേട്ടോ. ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ വേറെ ലെവലിലേക്ക്. പിന്നെ എൻ്റെ ഡയറക്ടർ സാറ് വളരെ മാന്യമായിട്ട്. പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് വെളി ഇരുന്ന് കഴിക്കുക, ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഞാൻ തിരക്കായതുകൊണ്ട് നമ്മൾ പുതിയ ആളല്ലേ മാറി മനുഷ്യന് മേലെ ആ പരിപാടി കാണിച്ചില്ല, ഞങ്ങൾ എവിടെ ഇരുന്ന് കഴിക്കുന്നു അവിടെ ഇരുന്ന് കഴിച്ചോണമെന്നുള്ളത്. അങ്ങനെയൊക്കെ നമ്മൾ കൂടെ ചേർത്ത് പിടിച്ചവര്. ഈ ഡയലോഗ് ഡെലിവറിക്കൊക്കെ എന്തെങ്കിലും മോഡുലേഷനിൽ ഇങ്ങനെ പറയണം, അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻസ് ഒക്കെ ഉണ്ടാവും? അങ്ങനെ എന്നോട് പറഞ്ഞു. പുതിയ എന്തെങ്കിലും പ്രൊജക്ട് വേറെ സിനിമയുടെ ഒന്നും ആയിട്ടില്ല. ഇപ്പൊ മഞ്ജു ചേച്ചി ഒരു സിനിമയുടെ കേസ് ഇട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്നു. അപ്പൊ മഞ്ജു ചേച്ചിയുടെ ഇഷ്ടമാണ്. വീടിന്റെ പാലുകാച്ചിനൊക്കെ ചേച്ചി വന്നിട്ടുണ്ട് ആണല്ലേ, പാതിരാത്രിക്ക് 12 മണിക്ക്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവിടെ എൻജോയ് ചെയ്യുന്നത് മഞ്ജു ചേച്ചിയാണെന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പുള്ളിക്കാരി ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോൾ തോന്നുന്നു എല്ലാ ജഡ്ജസും ഇഷ്ടപ്പെടുന്നെങ്കിലും മഞ്ജു ചേച്ചി അങ്ങ് കിട്ടുന്ന അങ്ങ് ആസ്വദിക്കും. എന്റെ ഇടയ്ക്ക് ഒരു കമന്റ് വന്നതാ, ചേച്ചി ഞാൻ ഇപ്പൊ ചുമ്മാ ഒരു എൻട്രിക്ക് ആയാലും ചേച്ചി ചിരിക്കും. നമ്മുടെ കോലക്കേട് കാണുമ്പോൾ ചിരിക്കുമ്പോ തന്നെ 2 കമന്റ് ഇട്ടേക്കുന്നത്, നിങ്ങൾ കിട്ടുന്നതിന്റെ പാതി പൈസ മഞ്ജു പിള്ളയ്ക്കാണോ കൊടുക്കുന്നത്? അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ചേച്ചിയെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞായിരുന്നു, എപ്പിസോഡിലെ കണ്ടോ തോന്നുന്നു, വന്നിട്ടുണ്ട്. ചേച്ചി ചിരിക്കുക, ചെറിയ തമാശ കണ്ട ചിരിച്ചു. അല്ല, അവര് ഇഷ്ടം പോലെ കോമഡി അവിടെ കാണുന്ന. അതെ അതെ. പിന്നെയും ചിരിക്കണമെങ്കിൽ നിങ്ങൾ അതുപോലെ പുതുമകൾ കൊണ്ടുവരുന്നുണ്ട്. 1111 എപ്പിസോഡ് ഇന്നലെ ഷൂട്ട് ചെയ്ത്. 1111 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണമല്ലേ, എത്ര സ്കിറ്റുകൾ, എത്ര പേരിൽ നിന്നും ഇല്ലേ ഫിൽട്ടർ ചെയ്താണ് ഈ കൊണ്ടുവരുന്നത്. ഭയങ്കര. നമുക്കപ്പം കുറച്ച് പുറകോട്ട് പോവാം. അതായത് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അവിടെ വേറൊരു സ്കൂളുണ്ട്, ചെറിയൊരു സ്കൂളുണ്ട്. അത് ഒരു കാര്യം ഈ അനീഷ് എന്നുള്ള പേരില് സ്കൂളിലുള്ള ഒരു പ്രശ്നം വെച്ചൊരു 3-4 അനീഷെങ്കിലും. അതുണ്ട്. പക്ഷെ ഈ കലാപരമായിട്ട് സിനിമ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അനീഷ് കുറവാണ്. അതെ. പക്ഷെ സ്കൂളിൽ ഒരു മിനിമം 3 അനീഷ്, സുമേഷ്, രതീഷ്, ഒരുപാട് പേര് ഇഷ്ടം പോലെ ഉണ്ട്. അതെ അതെ. അപ്പൊ ഞാൻ കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. ഒരുപാട് മഹാന്മാര് പഠിച്ച സ്കൂളാണ്. അവിടെയാണ് പഠിച്ചത്. അവിടെയാണ് മിമിക്രിയുടെ തുടക്കം. അവിടെ ഉണ്ട്. മിമിക്രിയുടെ തുടക്കം അവിടെ നിന്നാണ്. അവിടെ എൻ്റെ പേരിൽ ഇപ്പോഴും ഒരു ട്രോഫി അവിടെ ഇരിപ്പുണ്ട്. ജില്ലാ കലോത്സവത്തിന് ഒരു സമ്മാനം ഫസ്റ്റ് കിട്ടി. അപ്പം എന്തായിരുന്നു അതിലേക്ക് കയറാൻ എന്തെങ്കിലും ഒരു അത് കണ്ടുള്ള താല്പര്യമാണോ? ചിലപ്പോൾ ചില സിനിമകളിലെ ചില കോമഡിയൻ ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ എനിക്ക് അതുപോലെ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു താല്പര്യത്തോടാണോ? അതോ ഏതെങ്കിലും സുഹൃത്ത് എടാ ബാ നമുക്ക് ചെയ്യാം അങ്ങനെ വന്നാണോ? അങ്ങനെ ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ല, കുടുംബത്ത് അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. ശരി. അവരൊക്കെ വേറെ രീതിയിലേക്ക് പോയി. ഞാൻ പിന്നെ ഇതിനകത്ത് തന്നെ പിടിച്ചു നിന്ന്. എനിക്ക് KSRTC ജോലി ഉണ്ടായിരുന്നു, കണ്ടക്ടർ ആയിരുന്നു. ആ സമയത്ത് നമുക്ക് ഈ മിമിക്രിയാണ് പാഷൻ. മറ്റൊരു രജനീകാന്ത്. പിന്നെ വേറെ കയർഫെഡിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. അപ്പോഴതെല്ലാം കളഞ്ഞു പിടിച്ചിട്ട് ഞാൻ മിമിക്രിക്ക് വേണ്ടി നിന്നു. വീട്ടുകാരുടെ കുറ്റപ്പെടുത്തില്ല, അത് ജോലി എന്തിനാ നീ കളഞ്ഞ്, അത് ജോലി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതല്ലായിരുന്നു പറഞ്ഞ് നമുക്കൊരു അവരുടെ മുമ്പിൽ നമുക്കൊന്ന് ജീവിച്ച് കാണിക്കണ്ടേ. തീർച്ചയായിട്ടും നമ്മൾ തിരഞ്ഞെടുത്ത വഴിയിലൂടെ ഇഷ്ടമുള്ളത് ചെയ്യുമ്പോഴാണല്ലോ. പിന്നെ ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയിലൂടെ സാമ്പത്തികം ഉണ്ടാക്കുക, എൻ്റെ കുടുംബം പോറ്റുക, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അത് ദൈവാധീനമായിട്ട് എനിക്ക്. അപ്പൊ ആ തുടക്കം നമ്മൾ ഈ കോമഡി സ്റ്റാർസ് നമ്മൾ ഏഷ്യാനെറ്റ് പ്രോഗ്രാം ആയിരുന്നു, അതോ ആദ്യം ചെയ്ത് മിന്നന്താരം എന്ന് പറഞ്ഞ പരിപാടിയാണ്. കേട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ മിന്നന്താരം കുറെ 10-17 വർഷമായെന്ന് തോന്നുന്നത്. മിന്നന്താരം കഴിഞ്ഞ് രസികരാജ നമ്പർ 1 പറഞ്ഞ് സൂര്യ TV അത് കഴിഞ്ഞിട്ടാണ് കോമഡി സ്റ്റാർ വരുന്നത്. കോമഡി സ്റ്റാറിൽ 7 വർഷം ഉണ്ടായിരുന്നു. സീസൺ 3 ബെസ്റ്റ് കൊമേഡിയനായിട്ട്. അത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അമൃത TV കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം മനോരമയിൽ ഒരു ചിരി അതിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അതെ അതെ. എല്ലാ കാര്യത്തിലും കുടുംബത്തിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് വൈഫ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സ്റ്റേജിൽ സപ്പോർട്ടായിട്ട് കട്ടയ്ക്ക് ഒരാൾ കൂടെ ഉണ്ട്, ജിനു. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയുകയാണെങ്കിൽ. ജിനുവിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങള് വലിയ വലിയ ആഗ്രഹങ്ങളുമായിട്ടാണ് ആ ഫ്ലോറിൽ ചെല്ലുന്നത്. ഒന്ന് വീട് വെക്കണം, 2
ഗൾഫിന് പോകണം ഒരു പരിപാടിക്ക്. ആ. 3 കാറ് മേടിക്കണം. ഇതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ സിനിമയിൽ അഭിനയിക്കണം. ഈ ഇത്ര ആഗ്രഹമായിട്ടാണ് ഞങ്ങളവിടെ ചെന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ദിവസം നമ്മൾ പോകണമെന്ന്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്തു, രാപ്പകലില്ലാതെ. നമ്മളെ കൊണ്ട് വിചാരിച്ച പറ്റാത്ത ആർക്കും എല്ലാവർക്കും പറ്റും. പിന്നെ അല്ലേ, കാരണം നമുക്ക് നമ്മുടെ തൊഴിൽ ഇതാണല്ലോ. പിന്നെ അതിനുവേണ്ടി ഒരു 2 ദിവസം സമർപ്പിക്കുക. അങ്ങനെ ഒരു ഷെഡ്യൂളൊക്കെ 3 എണ്ണം ഒക്കെ വെച്ചടിക്കും. അപ്പൊ തന്നെ ഒരു തുക നമുക്ക് ഇങ്ങനെ വരിക. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ വീടൊക്കെ പണിത്. അവനൊരു വണ്ടി മേടിച്ച് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു. എല്ലാ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ഇനിയും ഫോറിൻ ട്രിപ്പ്, ഒരു ട്രിപ്പ് കൂടെ ഒരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിലും അത് 4 കാണിച്ചിട്ട് നമുക്ക് അടുത്തൊരു ഇന്റർവ്യൂ തരണം. അപ്പൊ ഈ ഇന്റർവ്യൂ കാണുന്ന ഏതെങ്കിലും പ്രവാസികളുണ്ടെങ്കിൽ വിളിക്കുക അല്ലേ? അതെ. അപ്പം ഞങ്ങളുടെ ചേട്ടന്മാരൊക്കെ ഗൾഫില്ല പരിപാടിക്ക് ഇവിടുന്നൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ടുപോകത്തില്ല, അവർ വേറൊരു ഗ്യാങ്ങിലാണ് പോകുന്നത്. അപ്പൊ ആ ആഗ്രഹം കൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന 2 പേരാണ്. ഞങ്ങളത് അങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. പലരും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അവനോട് കളിക്കാൻ പറഞ്ഞാൽ കളിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ അപ്പൊ അവിടെ ഷഫിൾ ചെയ്തിടും. അപ്പൊ അനീഷ് വന്നില്ല ഒരു കാര്യം ഇനി വേറെ ആരെങ്കിലും വെച്ച് കളിക്കും, നടക്കുന്ന കേസിട്ടല്ല. ഒന്നെങ്കിൽ ചേട്ടായി വരണം, അല്ലെ ഞങ്ങൾ ഈ ഷെഡ്യൂൾ ഇല്ല എന്ന് പറയും. ഞാനും നേരെ തിരിച്ചു തന്നെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ചില സ്ക്രിപ്റ്റിനെ വലുതാക്കി, അതായത് അങ്ങ് മികച്ച ആക്കാൻ നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ട് ചിലപ്പം സാധിക്കും. ചിലപ്പോ ഒരു നോട്ടം കൊണ്ട് പോലും നമുക്ക് ചിരിക്കാൻ പറ്റും. നമ്മുടെ മൈൻഡാ. ചില സ്കിറ്റിന് ക്ലൈമാക്സ് പോലും ഇല്ലാതെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. ആ സ്റ്റെപ്പിലോട്ട് കയറുമ്പോഴാണ് ചേട്ടാ ഇത് പറ അത് പറയും നോക്കടാ. എനിക്കറിയില്ല അവിടെ ചെന്നപ്പോ കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ള അത് ആ ടീമിന്റെ. അതെ. അപ്പൊ നമ്മളിപ്പം ഒരു പോലീസ് വേഷം ചെയ്യും. അതെ അതെ. അപ്പം നമ്മുടെ മനസ്സിൽ എനിക്ക് ഒരു ആഗ്രഹം കാണത്തില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു വേഷം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ വേഷമൊന്നുമില്ല. എനിക്ക് സീരിയസ് ക്യാരക്ടർ ചെയ്യാനാണ് താല്പര്യം. കോമഡി അല്ല. കോമഡി ചെയ്ത് മടുത്തെന്നല്ല, അത് നമ്മുടെ ഉപജീവന മാർഗം. നമ്മൾ വേറൊരു മേഖലയായിട്ട് വരും. നമ്മുടെ കോമഡി ഇപ്പം മൊബൈലിനകത്ത് എപ്പോഴും കണ്ടോണ്ടിരിക്കുക. നമ്മൾ ഇന്ന് വേറൊരു സാധനം ചെയ്യുമ്പോഴാണല്ലോ ഒരു വെറൈറ്റി തോന്നിക്കുന്നത്. ഒരു സീരിയസ് റോള് നമ്മളും ആഗ്രഹിക്കുന്നു, അനീഷ് ഭായിയുടെ ഒരു സീരിയസ് റോള് കാണാൻ. ഷോർട്ട് ഫിലിം ഒക്കെ നമ്മൾ സീരിയസ് ഷോർട്ട് ഫിലിംസ് ഒരുപാട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, മുല്ലപ്പെരിയാറിന്റെ ഇല്ലേ? അത് നല്ലൊരു വേഷമായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുടുംബം അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. അനിയത്തിയൊക്കെ വിവാഹം കഴിച്ചു വിട്ടു. പിന്നെ അനിയൻ കുടുംബത്താണ്, അവന് 3 പിള്ളേര്. പിന്നെ ഞാന്, വൈഫ്, 2 മക്കള്. നമ്മളിങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറി. ഹാപ്പിയാണ് ആണല്ലേ? നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും സമയം തന്നതിന് ഒരുപാട് നമ്മള് സന്തോഷം. പ്രേക്ഷകരോടായിട്ട് ഇതുവരെ തന്ന പ്രോത്സാഹനം വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെ തന്ന പ്രോത്സാഹനമാണ് ഇന്നിങ്ങനെ ഇവിടെ ഇരിക്കാനും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനും പറ്റിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നൽകിയ പ്രോത്സാഹനവും സഹകരണവും തുടർന്നും തരണം. നന്ദി, നമസ്കാരം. മീഡിയ ഗ്രാഫിക്സ് TV യൂട്യൂബ് ചാനൽ, കലയും കാഴ്ചയും.